ഈ തിളയ്ക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ചായ ഇടുകയാണെന്ന്. അല്ല, ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് കുറച്ച് പാൽ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച പാട മാറ്റിയ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പാലിലോട്ട് 2 കട്ട ശർക്കര, അഴുക്കൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള ശർക്കരയാണ്, കൊച്ചിന് കുറുക്കുണ്ടാക്കാൻ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ശർക്കര അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉരുക്കി അരിച്ചൊക്കെ എടുത്ത് ഉപയോഗിക്കണം, വൃത്തിയുടെ അസുഖമുള്ളവരാണെങ്കിൽ. അത് കണക്ക് ഉരുക്കി എടുത്ത് ഈ പരുവായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചൂട് മാറാനായിട്ട് ഒരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് തണുത്ത് കിട്ടും. അതിനെ എടുത്ത് അങ്ങോട്ട് മുഖത്തോട്ടിടാൻ പോവുകയാണല്ലോ. അതാണ് നമ്മളെ ഒരു സന്തോഷം. ഇനി അത് നേരെ ഇടുന്നതിന് മുമ്പ് അതിലോട്ട് കുറച്ച് അരിപ്പൊടി ഇടാം. അരിപ്പൊടിയൊക്കെ തീരാറായി, എന്നാലും കുറച്ചിടാം. നമ്മളെ സൗന്ദര്യമാണല്ലോ മുഖ്യം. അങ്ങനെ കുറച്ച് അരിപ്പൊടി അളവിൽ മാത്രം ഇടുക. കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. എന്നിട്ട് മുഖത്തിട്ട് ചുമ്മാ തേരാപ്പാര ഉരയ്ക്കരുത്. മുറിയും തരിയുള്ള അരിപ്പൊടിയാണ്. ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് നമുക്ക് അങ്ങ് ഇടാം. ഷർട്ടിലൊക്കെ ഇത്തിരി പറ്റിയാലെന്ത്, കഴുകി കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഇടുക. അങ്ങനെ വാരി അങ്ങോട്ട് പൂശിക്കഴിഞ്ഞ് ഈ പരുവമായി. ഇനി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൈയും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകുകയാണ്. ഒരു കയ്യിലോട്ടിട്ട് വ്യത്യാസം അറിയണമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞു, ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കണക്ക് ഉണങ്ങി കിട്ടും. ഇനി അതിനെ കഴുകാം. കഴുകി എടുത്തപ്പോഴത്തേക്ക് ഈ പരുവമായി. വ്യത്യാസം നോക്കി. വാവ്, കണ്ട എൻ്റെ കണ്ണ് തള്ളിപ്പോയി പൊന്നളുക. കണ്ടോ വ്യത്യാസം? വെളുത്തിട്ട് പാറിയില്ല, പക്ഷെ നമ്മളെ ടാനൊക്കെ പോയിട്ട് ഉള്ള കളറ് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതൊരു മാനുഷിക പരിഗണനയാണല്ലോ നമ്മളോട് തന്നെയുള്ള. അപ്പോൾ അത്രയേ ഉള്ളൂ.